ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, നമ്മൾ പുതിയ മൺചട്ടി വാങ്ങിച്ചാൽ എങ്ങനെ നമുക്കത് സീസൺ ചെയ്തെടുക്കാം, കാലങ്ങളോളം ഇത് പൊട്ടാതെയും വിണ്ട് കീറാതെയും അടുക്കി പിടിക്കാതെയൊക്കെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. അപ്പോൾ പുതിയ മൺചട്ടി വാങ്ങിച്ചാൽ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളത്തിൽ നമ്മൾ ഒരു 3-4 മണിക്കൂർ ഇതുപോലെ നമ്മൾ കുതിർത്തെടുത്ത് വെക്കണം. അപ്പം മൺചട്ടിയുടെ സുഷിരങ്ങളിലെല്ലാം നന്നായിട്ട് എല്ലാം അടഞ്ഞ് കിട്ടും. ഇനി 3-4 മണിക്കൂർ കഴിയുമ്പം വൃത്തിയായിട്ട് നമ്മൾ ചാരം ഇട്ട് ചട്ടികളെല്ലാം നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ചാരത്തിന് പകരം നമ്മൾ കടലമാവോ ഗോതമ്പ് പൊടിയോ നമുക്ക് എടുക്കാം. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് മൺചട്ടി കഴുകുമ്പം നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. സോപ്പോ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കരുത്. ചാരം, ചകിരി, അല്ലെങ്കിൽ പണ്ടൊക്കെ വാഴയില ചീകി വാഴയില ഇങ്ങനെ ഞുറുക്കി കീറിയിട്ട് അതിട്ട് നമ്മൾ അമ്മമാരൊക്കെ കഴുകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ചട്ടി ഇങ്ങനെ പോറൽ വീഴുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം നമുക്ക് ചട്ടികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചാരമിട്ട് നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ വർഷങ്ങളോളം നമുക്ക് ചട്ടി വിണ്ട് കീറാതെയും അടുക്കി പിടിക്കാതെയും പൊട്ടിപ്പോകാതെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ചട്ടികളെല്ലാം വൃത്തിയായിട്ട് നമുക്കൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ അതിന് പകരം നമ്മൾ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ നല്ല വെള്ളത്തിൽ കലക്കി ആ വെള്ളത്തിൽ നമുക്ക് ഇത് മുക്കി വയ്ക്കാം. അപ്പോൾ ഞാനിത് കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും ഒരു ബക്കറ്റ് നിറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അടപ്പ് ചട്ടിയും എല്ലാം ഇതുപോലെ മുക്കി ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇങ്ങനെ വെക്കണം. ഇതിപ്പോൾ തലേ ദിവസം അങ്ങനെ മുക്കി വെച്ച ചട്ടിയാണ്. പിറ്റേ ദിവസമാണ് ഞാനിത് കഴുകിയെടുക്കുന്നത്. ഈ കഞ്ഞിവെള്ളം എല്ലാം കളഞ്ഞ് വീണ്ടും ചാരമിട്ട് നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഈ ചട്ടി കഴുകിയെടുക്കാം. അപ്പോൾ ഓരോ ചട്ടിയായിട്ട് അങ്ങനെ ചാരമിട്ട് വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ചട്ടിക്ക് നല്ല ആയുസ് കിട്ടും. ഒരു 10-15 വർഷമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നല്ല വൃത്തിയായിട്ട് നമ്മളിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല ഉണങ്ങിയ ഒരു തുണി വെച്ച് നമുക്ക് ചട്ടിയും അടപ്പ് ചട്ടിയും എല്ലാം നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ചട്ടിയുടെ ആദ്യം കണ്ട പോലെ ഇതിപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ആയിട്ടുണ്ട്. വൃത്തിയായിട്ട് നമുക്ക് തുടച്ച് എടുത്ത് കുറച്ച് സമയം ഒന്ന് ഉണങ്ങുന്നതിനായിട്ട് വയ്ക്കാം. ഇതുപോലെ കട്ടിയുള്ള പഴയ ടർക്കിയോ എന്തെങ്കിലും ഇട്ട് അതിൽ നമുക്കിതുപോലെ വയ്ക്കാം. അപ്പോൾ ചട്ടിയെല്ലാം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നന്നായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പാണിത്. നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു തുണി വെച്ച് നമുക്ക് ഈ എണ്ണ നന്നായിട്ട് ചട്ടിയുടെ അകത്തെല്ലാം പുരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ചട്ടിയുടെ പുറത്ത് നമ്മൾ ഉൾഭാഗത്ത് മാത്രം നമ്മൾ എണ്ണ പുരട്ടി കൊടുത്താൽ മതി. തീയിൽ ഡയറക്റ്റായിട്ട് തീ വരുന്ന സ്ഥലത്ത് നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കരുത്. അപ്പം പുകഞ്ഞ് ചട്ടി വിണ്ട് കീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അകത്ത് നന്നായിട്ട് നമ്മൾ തുണി വെച്ച് ഇതുപോലെ എണ്ണ പുരട്ടി കൊടുക്കാം. അടപ്പ് ചട്ടിയുടെ അകത്തും പുറത്തും നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി ഇതൊരു 3-4-5 മണിക്കൂർ നമുക്ക് വെയിലിൽ ഉണക്കാം. ഈ വെയിൽ ഇല്ലെങ്കിൽ നമുക്ക് അകത്ത് തന്നെ ചട്ടി സൂക്ഷിക്കാം. ഇപ്പം ഒരു വെയിലത്ത് നിന്നെല്ലാം നന്നായിട്ട് ഉണങ്ങി അകത്തെടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ച് നമുക്കത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു ചട്ടിയിൽ ഞാൻ 1 കപ്പ് നല്ല തേങ്ങ ചുരണ്ടിയതാണ്. മറ്റേ ചട്ടിയിൽ 1 സവാള അരിഞ്ഞത്. അപ്പോൾ നല്ല എണ്ണമയമുള്ള തേങ്ങാപ്പീരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി സവാള ചേർത്ത ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ചുരണ്ടിയത് ചേർത്ത ചട്ടിയിൽ അല്പം വെള്ളവും കൂടെ, ആ തേങ്ങ പൊടിച്ചെടുത്ത മിക്സിയുടെ ബൗളിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതുകൂടെ ചേർത്ത് ഇനി തവി വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ചിരട്ടത്തവി മാത്രമേ നമ്മൾ ഇതിന് ഉപയോഗിക്കാവുള്ളൂ. സ്റ്റീലിൻ്റെ തവിയോ സ്റ്റീലിൻ്റെ ചട്ടുകമോ ഒന്നും വെച്ച് നമ്മൾ
മൺചട്ടിയിൽ ഇളക്കരുത്. അപ്പോൾ പോറൽ വീഴുകയും വിള്ളൽ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇളക്കി ഇതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മാറി മാറി നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും ഇതുപോലെ മൺചട്ടി മേടിക്കുകയും ഇതുപോലെ സീസൺ ചെയ്തെടുക്കുകയും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധയോടെ ചെയ്യുവാണെങ്കിൽ ഏറെക്കാലം നമുക്ക് ഉപയോഗിക്കേണ്ട ചട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശ്രദ്ധയോടെ നമുക്ക് ചെയ്യാം. ഫ്ലെയിമൊന്നും കൂടിപ്പോകാതെ നോക്കണം. ലോ ടു മീഡിയം ഫ്ലെയിം ആകാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഗ്യാസ് അടുപ്പിൽ വെച്ച് ഉപയോഗിക്കുന്ന ചട്ടിയാണെങ്കിലും നമ്മൾ ഫ്ലെയിം എപ്പോഴും ഒന്ന് ലോ ടു മീഡിയം ആകാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം തേങ്ങാപ്പീരയും ഒക്കെ നന്നായിട്ട് ഇളക്കി അതൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലെ ജലാംശമെല്ലാം നന്നായിട്ട് വറ്റി തേങ്ങാപ്പീരയെല്ലാം നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ ചട്ടി ചൂടോടെ നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ തിരികെയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വേണം നമ്മൾ അതിലേക്ക് വേണം എടുത്ത് വയ്ക്കാൻ. അതല്ലെങ്കിൽ കട്ടിയുള്ള തുണി ഉണ്ടെങ്കിൽ ആ തുണി ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് വെക്കാം. അപ്പം ചട്ടി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ സവാള വറുത്തതും അതുപോലെ തേങ്ങ ചുരണ്ടിയത് വറുത്തതും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വീണ്ടും ഞാനത് ആ തുണിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പം വീണ്ടും ഒന്നുകൂടെ നമുക്കിത് കഴുകിയെടുക്കണം. ചാരം ഇട്ട് സ്പോഞ്ചും കൂടെ ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി നമുക്കെടുക്കാം. ഇങ്ങനെ കഴുകുമ്പം ചട്ടി നല്ല മിനുസമായിട്ട് കിട്ടും. നല്ല നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചട്ടിയുടെ അകവും പുറവും എല്ലാം നന്നായിട്ട് ചാരമിട്ട്, ചാരത്തിന് പകരം നിങ്ങൾക്ക് കടലമാവ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഞാൻ ചാരമിട്ട് തന്നെയാണ് കഴുകുന്നത്. അപ്പം ചാരമിട്ട് കഴുകുമ്പോൾ ഒരു പ്രത്യേക മിനുസമാണ് ചട്ടിക്ക്. നല്ല സോപ്പ് പോലെ ഒരു ചെറിയ പതയുണ്ട്. ചാരത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ചാരമിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ചാരത്തിൻ്റെ അംശമെല്ലാം മാറ്റി നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ചാരം കിട്ടുമെങ്കിൽ അതിട്ട് തന്നെ കഴുകാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചാരമൊക്കെ കിട്ടാൻ പാടാണല്ലോ. അത് കാരണം അവർക്ക് കടലമാവോ ഗോതമ്പ് പൊടിയോ ഇട്ട് കഴുകാം. അപ്പോൾ ചട്ടി രണ്ടും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കണം. വീണ്ടും ഒരു ഉണങ്ങിയ തുണിയിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ചട്ടിക്ക് നല്ലൊരു ഗ്ലേസിങ് ആയിട്ടുണ്ട്. ഇപ്പം സീസൺ ആയിട്ടുണ്ട്. എന്നാലും ഒരു ഫൈനൽ സ്റ്റെപ്പോട് നമുക്ക് ചെയ്യാം. കണ്ടോ, ഇതുപോലെ കൊട്ടി നോക്കുമ്പോൾ നല്ല മുഴക്കമുള്ള ശബ്ദമുള്ള ചട്ടികൾ വേണം നമ്മൾ മേടിക്കാൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പം കടക്കാരൻ ഇങ്ങനെ കൊട്ടി നോക്കിയാണ് നമുക്ക് ചട്ടി തരുന്നത്. നല്ല മുഴക്കമുള്ള ഒരു സ്വരം കേൾക്കും. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും ലോ ഫ്ലെയിമിൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒട്ടും മൺചൊവ ഇല്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചട്ടിയിൽ പാകം ചെയ്യുമ്പം ചില ചട്ടിക്കൊക്കെ ഒരു മണ്ണിൻ്റെ രുചിയും മണവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില ആ എണ്ണയിലേക്കിട്ട് വറുത്ത് ആ എണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ ചട്ടി എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലയും കൂടി നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പില മൂപ്പിച്ച ആ എണ്ണയുടെ മണവും രുചിയും നന്നായിട്ട് ഈ ചട്ടിയിലേക്ക് ആകും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ചട്ടിയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം കറിവേപ്പില നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. ആ എണ്ണ അതിലുണ്ട്. ആ എണ്ണ വീണ്ടും നന്നായിട്ട് നമുക്ക് ചട്ടിയിലൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ചട്ടിയുടെ നമ്മൾ ഉപയോഗമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വൃത്തിയായിട്ട് കഴുകി ഉണക്കി നന്നായിട്ട് ഉണങ്ങിയ തുണി വെച്ച് തുടച്ചെടുത്ത് ഇതുപോലെ എണ്ണമയം പുരട്ടി ചട്ടി നല്ല
എന്തെങ്കിലും കട്ടിയുള്ള തുണി ഇതുപോലെ പഴയ ടർക്കിയോ എന്തെങ്കിലും ഇട്ട് അത് വിരിച്ച് അതിൽ നമ്മൾ കമഴ്ത്തി വേണം ചട്ടി നമ്മൾ സൂക്ഷിക്കാൻ. അതുപോലെ ഒരു ചട്ടിയുടെ മുകളിലേക്ക് വേറെ ഒത്തിരി ചട്ടി ഇങ്ങനെ അടുക്കി വെക്കരുത്. ഒരു ചട്ടിയുടെ മുകളിൽ അതിൻ്റെ അടപ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് മാത്രം വെച്ച് നമുക്ക് ഇതുപോലെ കമഴ്ത്തി വെച്ച് നമുക്ക് സൂക്ഷിക്കാം. അപ്പം ഈ അടപ്പ് ചട്ടിയുടെ അകത്തും പുറത്തും നമുക്ക് ആ എണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പം മഴ സമയത്തൊക്കെ ഇങ്ങനെ എണ്ണ പുരട്ടി നമ്മൾ വെക്കുമ്പം ഒട്ടും പൂപ്പൽ പിടിക്കാതെയൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ മഴക്കാലത്ത് ചട്ടിക്ക് പൂപ്പൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചട്ടി അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഉണക്കി എണ്ണ പുരട്ടി നന്നായിട്ട് ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാം. നല്ല ഗ്ലേസിങ് ഉള്ള ചട്ടിയായി. അപ്പം ഞാൻ ഇതിനകത്ത് കൂർക്കയൊന്ന് വേവിച്ചെടുത്ത് ആ ചട്ടിയിലൊന്ന് വേവിച്ചെടുത്ത് നോക്കി. ഇത് കണ്ടില്ലേ, ഒട്ടും അടുക്കി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. സാധാരണ കൂർക്കയൊക്കെ നമ്മൾ പാകം ചെയ്യുമ്പം അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്. പിന്നെ മറ്റേ ചട്ടിയിൽ ഞാൻ അല്പം എണ്ണ കൂടുതൽ ഒഴിച്ച് പിന്നെ ഏത്തയ്ക്കാപ്പം ചെറിയ രീതിയിൽ ഒന്ന് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി നോക്കി. അതും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അവസാനം എണ്ണ മാറ്റിയിട്ട് ബാക്കി വന്ന മാവൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്ത് നോക്കി. അതും ഈസി ആയിട്ട് തന്നെ അടുക്കി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടി സീസണായിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എണ്ണമയൊക്കെ പുരട്ടി ഇതുപോലെ കമഴ്ത്തി നമുക്ക് സൂക്ഷിക്കാം.